Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ 8th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ യൂണിറ്റായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ കേട്ടഡ് 2 സയൻസ്, കേട്ടഡ് 3 ഫിസിക്കൽ സയൻസ്, സെറ്റ് ജനറൽ പേപ്പർ, അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളതാണ് എന്താണ് മാറ്റർ. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് എന്തും ആകാം. ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു മാസോ ഉള്ള എന്തിനേയും നമ്മൾ മാറ്റർ എന്നാണ് പറയുക. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് മാറ്റർ ഈസ് എനിത്തിങ് that occupies space and has മാസ് ഉള്ളതും സ്പേസ് വേണ്ടുന്നതുമായിട്ടുള്ള എന്തിനേയും നമ്മൾ മാറ്റർ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ മാറ്റർ നമുക്ക് മെയിൻലി സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഈ 3 സ്റ്റേറ്റിലാണ് നമുക്ക് മാറ്ററിനെ കാണാൻ വേണ്ടി പറ്റുക. ഇതല്ലാതെ വേറെ ഒരുപാട് സ്റ്റേറ്റിലും മാറ്ററിനെ കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലാസ്മ. നമുക്ക് എന്താണ് പ്ലാസ്മ എന്ന് നോക്കാം. അപ്പോൾ മാറ്റർ പ്ലാസ്മ സ്റ്റേറ്റിലും കൂടി കാണാൻ വേണ്ടി പറ്റാറുണ്ട്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് സണ്ണിൻ്റെയോ സ്റ്റാറിൻ്റെയോ സെൻട്രലിൽ ഉള്ള അവിടെ കാണുന്ന മാറ്ററാണ് പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ മാറ്റർ ഇൻ സെൻട്രൽ ഓഫ് സൺ ആൻഡ് സ്റ്റാർ. ഇപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമുക്ക് സണ്ണിൻ്റെയും സ്റ്റാറിൻ്റെയും സെൻട്രലിലുള്ള മാറ്ററിനെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈസ് സീൻ ഇൻ പ്ലാസ്മ സ്റ്റേറ്റ്. ഇപ്പോൾ പ്ലാസ്മ സ്റ്റേറ്റിൽ ഇവിടെ മാറ്റർ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചറിൽ അയനൈസ്ഡ് ആയി സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ഇൻ അയണൈസ്ഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് പാർട്ടിക്കിൾസ് എന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ മെറ്റീരിയൽസും പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വെരി ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബീക്കർ എടുത്ത് ആ ബീക്കറിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് അതിൻ്റെ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റില്ല? ഇതിൽ ഷുഗർ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ അതിൽ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഓരോ പാർട്ടിക്കിൾസും ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിട്ടുള്ളത് വെരി ടൈനി പാർട്ടിക്കിൾസ് കൊണ്ടാണ്. അത് നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഓരോ സബ്സ്റ്റൻസും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈനി പാർട്ടിക്കിളിനും എന്തിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്? ആ മൊത്തം സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഷുഗർ എടുത്തു കഴിഞ്ഞാൽ ഷുഗറിൽ ഏറ്റവും ചെറിയ ഷുഗർ എടുത്തു കഴിഞ്ഞാലും അതിനും മധുരം ഉണ്ടാവും. വലിയ ഷുഗറിൻ്റെ കട്ട് എടുത്തു കഴിഞ്ഞാലും അതിനും മധുരം ഉണ്ടാവും. അപ്പോൾ പ്രോപ്പർട്ടീസ് ആ സബ്സ്റ്റൻസിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെ ആ ഒരു ചെറിയ പാർട്ടിക്കിളിനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്ത് പറയാം? ഈച്ച് സബ്സ്റ്റൻസ്, എല്ലാ സബ്സ്റ്റൻസും ഈസ് മെയ്ഡ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ് എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുള്ളത്. വിച്ച് കനോട്ട് ബി സീൻ, പക്ഷെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐസ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ
bear all the properties of the substance. സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും പാർട്ടിക്കിൾസിന് ഉണ്ടാകും. അപ്പോൾ നമ്മൾ പാർട്ടിക്കിൾസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് ഹാവ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. പിന്നെ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. പാർട്ടിക്കിൾസ് മൂവ് കണ്ടിന്യൂസ്ലി. പിന്നെ പറയാനുള്ളതാണ് പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ പാർട്ടിക്കിൾസ് അട്രാക്റ്റ് വൺ അനദർ. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു സോളിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും? അതെ, സോളിഡ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലിക്വിഡായിട്ട് മാറും. ഈ ലിക്വിഡ് പിന്നെയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ആയിട്ട് ചേഞ്ച് ചെയ്യുമല്ലോ. അതെ, ഈ ഗ്യാസിനെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ലിക്വിഡാക്കി മാറ്റാൻ വേണ്ടി പറ്റും. അതേപോലെ ലിക്വിഡിനെ നമ്മൾ പിന്നെയും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്ത് ഐസ് ക്യൂബിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വാട്ടറായിട്ട് മാറും. ആ വാട്ടറിനെ പിന്നെയും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ വെപ്പറായിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഈ വാട്ടർ വെപ്പറിനെ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വാട്ടർ തന്നെ കിട്ടും. അതിനെ പിന്നെയും നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസ് ക്യൂബ് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് കൺവേർട്ടാണ് നടക്കുന്നത്. സോളിഡിന് ലിക്വിഡിലേക്കും ലിക്വിഡിന് ഗ്യാസിലേക്കും. അപ്പോൾ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് നല്ല അരിയത്തരിയത്താണ് ഉണ്ടാവുക. ക്ലോസ്ലി ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നമ്മളത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് ലിക്വിഡിലെത്തിക്കഴിഞ്ഞാൽ ആ ലിക്വിഡിൽ കുറച്ച് മാത്രമേ ക്ലോസ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. കുറച്ച് ഫ്രീഡം ഉണ്ടാകും. സോളിഡ്സിനെക്കാളും കുറച്ച് ഫ്രീഡം നമുക്ക് ലിക്വിഡിൽ കാണാൻ വേണ്ടി പറ്റും. ഇനി അതിനെ പിന്നെയും ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് ആവും. ഗ്യാസിലെത്തുമ്പോഴേക്കും നല്ല ഫ്രീഡായിരിക്കും. പാർട്ടിക്കിൾസ് വളരെ ദൂരെയായിട്ടാണ് ഉണ്ടാവുക. ഇപ്പോൾ നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സോളിഡിലുള്ള ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ലെസ്സാണ്, വെരി ലെസ്സാണ്. അതായത് തീരെ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേങ്കിൽ അതേ സാധനം നമ്മൾ ഹീറ്റ് ചെയ്ത് ലിക്വിഡാക്കി കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സോളിഡ്സിനേക്കാളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് പറയാം റിലേറ്റീവ്ലി ഹയർ ദാൻ സോളിഡ്സിനേക്കാളും കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നടത്താറുണ്ട്. ഇനി നമ്മൾ ഗ്യാസിലെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കാണിക്കും. ഇപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെരി ഹൈ ആണ്. ഇപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് സോളിഡിൽ വെരി ലെസ്സാണ്, പക്ഷേ ലിക്വിഡ്സിൽ സോളിഡ്സിനേക്കാളും കൂടുതലാണ്, ഗ്യാസസിൽ വെരി ഹൈ ആണ്. ഇത് നമ്മൾ സോളിഡ്സിനെ ലിക്വിഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഹീറ്റാണ് കൊടുക്കുന്നത്, ചൂടാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് അവിടെ എനർജിയിൽ ചേഞ്ചസ് ഉണ്ടാവും, എനർജിയിൽ മാറ്റം ഉണ്ടാവും. അപ്പം എനർജിയിൽ എന്ത് ചേഞ്ചാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പം എനർജിയിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സോളിഡ്സിനെ ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ആകുന്ന സമയത്ത് എനർജി നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പം
എനർജി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എനർജി ഇൻക്രീസസ്. അതേപോലെ ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്ന സമയത്തും എനർജി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഗ്യാസിനെ നമ്മൾ തിരിച്ച് ലിക്വിഡ് ആക്കുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യും, എനർജി കുറയും. അതേപോലെ ലിക്വിഡിനെ സോളിഡ് ആക്കുമ്പോൾ എനർജി പിന്നെയും ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സോളിഡ് ലിക്വിഡ് ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് മാസ് എന്നാണ്. ഇപ്പോൾ സോളിഡിനും മാസ് ഉണ്ട്, ലിക്വിഡിനും മാസ് ഉണ്ട്, ഗ്യാസിനും മാസ് ഉണ്ടെന്ന് നമുക്ക് അറിയാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് ഡെഫിനിറ്റ് വോളിയം. ഇപ്പോൾ സോളിഡ്സിന് നമുക്കറിയാം, സോളിഡ്സിനും ലിക്വിഡ്സിനും എന്തുണ്ട്, ഡെഫിനിറ്റ് വോളിയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഗ്യാസസിന് എന്തില്ല, ഡെഫിനിറ്റ് വോളിയം ഇല്ല. അപ്പോൾ നമുക്ക് ഗ്യാസസിൽ തെറ്റിട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാസ് പെർമനൻറ്റ് ഷേപ്പ്. നമുക്കറിയാം സോളിഡ്സിന് ഒരു പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടാകും, പക്ഷേ ലിക്വിഡിന് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ലിക്വിഡ് ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പാണ് ലിക്വിഡ്സിന് ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് ഡസൻ ഹാവ് എ പെർമനൻറ്റ് ഷേപ്പ്. അതുപോലെ തന്നെയാണ് ഗ്യാസസിനും പെർമനൻറ്റ് ഷേപ്പില്ല. ഇനി പാർട്ടിക്കിൾ അറേഞ്ച്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സോളിഡ്സിൽ പാർട്ടിക്കിൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം ക്ലോസ്ലി അറേഞ്ച്ഡ് ആണെന്ന് പറയാം. ലിക്വിഡിൽ ലൂസായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൂസ്ലി അറേഞ്ച്ഡ്. ഗ്യാസസിൽ പാർട്ടിക്കിൾ അറേഞ്ച്മെൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ക്ലോസ് അല്ല, ലിക്വിഡിനേക്കാളും പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ദൂരെയാണ് കാണാൻ വേണ്ടി പറ്റുക പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്ക് പറയാം ഡിസ്റ്റൻ്റ്ലി പ്ലേസ്ഡ് എന്ന്. ഇനി അടുത്തതാണ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സോളിഡ്സ് നോക്കി ഇവിടെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ക്ലോസ് ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവാണ്. ഇപ്പോൾ സോളിഡ്സിൽ നമുക്ക് പറയാം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേങ്കിൽ ലിക്വിഡിലെത്തുമ്പോഴേക്കും കുറച്ച് പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് മൂവ്മെൻറ്റ് പോസിബിളാണ്. ഇപ്പോൾ നമുക്ക് പറയാം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സോളിഡിനേക്കാളും കൂടുതലാണെന്ന്. അപ്പം ഹയർ ദാൻ സോളിഡ് എന്ന് പറയാം. ഹയർ ദാൻ സോളിഡിനേക്കാളും കൂടുതലാണ്. ഇനി ഗ്യാസസ് എത്തുമ്പോഴേക്കും ഇവിടെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. വളരെ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് പോസിബിളാണ്. അപ്പോൾ ഇതാണ് സോളിഡ് ലിക്വിഡ് ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം ലിക്വിഡ് ഗ്യാസായിട്ട് മാറുന്നുണ്ട്, ഗ്യാസ് സോളിഡ് ആവും, പിന്നെയും സോളിഡ് ലിക്വിഡ് ആവും, അങ്ങനെ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. അപ്പം സോളിഡ് ലിക്വിഡ് ആകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മുടെ ലിക്വിഫാക്ഷൻ എന്നാണ് പറയുക. അപ്പം ലിക്വിഫാക്ഷൻ എന്ന് പറയുന്നത് സോളിഡ് ലിക്വിഡ് ആകുന്ന പ്രോസസ്സ്. ഇനി ലിക്വിഡ് ഗ്യാസ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെപ്പറൈസേഷൻ എന്ന് പറയുന്നത്. വെപ്പറൈസേഷൻ. ഗ്യാസ് സോളിഡ് ആകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോളിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലിക്വിഡ് സോളിഡ് ആകുന്ന നമുക്കറിയാലോ. അപ്പം ലിക്വിഡ് സോളിഡ് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ സോളിഡിഫിക്കേഷൻ എന്നാണ് പറയുക. സോളിഡിഫിക്കേഷൻ. സോളിഡ് ഗ്യാസ് ആകുന്നതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും.
ഗ്യാസ് ലിക്വിഡ് ആകുന്നതിനെ വെപ്പറൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഓർമ്മിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സോളിഡ് ലിക്വിഡ് ആകുന്നതിന് ലിക്വിഫേഷൻ എന്ന് പറയും, ലിക്വിഡ് ഗ്യാസ് ആകുന്നതിന് വെപ്പറൈസേഷൻ എന്ന് പറയും, ഗ്യാസ് സോളിഡ് ആകുന്നതിന് സോളിഡിഫിക്കേഷൻ എന്ന് പറയും. ലിക്വിഡ് സോളിഡ് ആകുന്നതിനും സോളിഡിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഗ്യാസ് ലിക്വിഡ് ആകുന്നതിന് വെപ്പറൈസേഷൻ എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ സോളിഡ് ഗ്യാസ് ആവുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സബ്ലിമേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സബ്ലിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറും, ലിക്വിഡ് ആവാതെ നേരിട്ട് ഗ്യാസ് ആയിട്ട് മാറും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ വെൻ സബ്സ്റ്റൻസ് ഹീറ്റഡ്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചില സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി ചേഞ്ച് ഇൻറ്റു ഗ്യാസ് ആയിട്ട് ഡയറക്റ്റ് ചേഞ്ച് ചെയ്യും. അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? ലിക്വിഡ് ഫോം ചെയ്യുന്നില്ല. വിത്തൗട്ട് ഫോമിങ് ലിക്വിഡ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസ് ആയ സംഭവം നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ സോളിഡ് ആയിട്ടാണ് മാറുന്നത്. അവിടെ എന്തും ഉണ്ടാവുന്നില്ല, ലിക്വിഡ് ഫോം ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ആയിട്ട് മാറും. ഇനി നമ്മൾ കൂളാണ് ചെയ്തതെങ്കിൽ, വെൻ കൂളാണ് ചെയ്തതെങ്കിൽ ഇവിടെ ഗ്യാസ് നേരിട്ട് സോളിഡായിട്ട് മാറും. നോ ലിക്വിഡ് ഫോർമേഷൻ, ലിക്വിഡ് ഫോം ചെയ്യുന്നില്ല. സബ്ലിമേഷൻ എന്ന് പറയുന്നത് സോളിഡ് നേരിട്ട് ഗ്യാസ് ആകുന്നതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതേപോലെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ് എന്താവും? നേരിട്ട് സോളിഡ് ആവും, ലിക്വിഡ് ആവാതെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാഫ്തലീനും അയഡിനൊക്കെ സബ്ലിമേഷന് എക്സാമ്പിളാണ്. അപ്പോൾ മാറ്ററിൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്, നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് അയഡിനെ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഈ അയഡിനെ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അയഡിൽ നിന്നും വെപ്പേഴ്സ് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബ് ഇതിൻ്റെ മേലെ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്ത്, അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ വെപ്പർ പെട്ടെന്ന് തന്നെ മേലത്തെ ടെസ്റ്റ് ട്യൂബിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുന്തിരിക്ക നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ, തീ കത്തിച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂം മുഴുവൻ പെട്ടെന്ന് തന്നെ ആ കുന്തിരിക്ക മണക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് മിക്സിങ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് നടത്തുന്ന പാർട്ടിക്കിൾസ്, അതായത് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് മിക്സ് ചെയ്യുന്ന ആ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് ദി സ്പോണ്ടേനിയസ് മിക്സിങ് ഓഫ് different particles having freedom of movement. അതായത് മൂവ്മെൻറ്റ് കാണിക്കുന്ന ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ മിക്സ് ആകുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും നല്ലോണം ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് കാണിക്കുന്നതാണ് ഗ്യാസ്. അതുകൊണ്ട് തന്നെ ഡിഫ്യൂഷൻ ഗ്യാസസിൽ ഹയർ ആയിരിക്കും, കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കുറച്ച് മാത്രം മൂവ്മെൻറ്റ് കാണിക്കുന്നതാണ് ലിക്വിഡ്സ്. അപ്പോൾ നമുക്ക് ലിക്വിഡ്സിലും കുറച്ച് ഡിഫ്യൂഷൻസ് കാണാൻ വേണ്ടി പറ്റും, പക്ഷെ ഗ്യാസസിൻ്റെ അത്രയും ഉണ്ടാവില്ല, കുറച്ച്.
ഏറ്റവും കുറവ് മാത്രം മൂവ്മെൻറ്റ് കാണിക്കുന്ന പാർട്ടിക്കിൾസാണ് സോളിഡ്സ്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഡിഫ്യൂഷൻ ഇല്ലയെന്നും പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വളരെ വെരി സ്മോളായ രീതിയിൽ മാത്രമേ ഡിഫ്യൂഷൻ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഉള്ള പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് പെട്ടെന്ന് തന്നെ മിക്സ് ആകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സ്മെല്ല് സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഡിഫ്യൂഷൻ കാരണമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. മോക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പാർട്ട് 2 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. So that's all for today. Thank you everyone.